ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസഹ്. വചനം 1. വൈലുൻ നാശം, കഷ്ടപ്പാട്. ലികുല്ലി ഹുമസത്തിൻ എല്ലാ കുത്തിപ്പറയുന്നവർക്കും ഇടിച്ചു താഴ്ത്തുന്നവർക്കും. ലുമസ ദുഷിച്ചു പറയുന്നവരായ, കുറവാക്കി പറയുന്നവരായ, അന്യരെ കുത്തിപ്പറയുന്നവരും കുറവാക്കുന്നവരുമായ എല്ലാവർക്കും നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ്. വചനം 2. അല്ലദീ ജമഅ അതായത് ശേഖരിച്ചവൻ, ഒരുമിച്ചു കൂട്ടിയവൻ. മാലൻ ധനം, സ്വത്ത്. വഅദ്ദദ അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനു നാശം. യഹ്സബു അന്ന മാലഹു അഖ്ലദഹ്. വചനം 3. യഹ്സബു അവൻ കണക്കാക്കുന്നു, വിചാരിച്ചുകൊണ്ട്. അന്ന മാലഹു അവന്റെ ധനം ആകുന്നു എന്ന്. അഖ്ലദ അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന്, സ്ഥിരവാസിയാക്കിയിരിക്കുന്നു. അവന്റെ ധനം അവനെ ശാശ്വതനാക്കിയിരിക്കുന്നുവെന്ന് അവൻ വിചാരിക്കുന്നു. കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമഹ്. വചനം 4. കല്ല വേണ്ട. ലയുംബദന്ന നിശ്ചയമായും അവൻ ഇടപെടും, എറിയപ്പെടും. ഫിൽ ഹുതമ ഹുതമയിൽ. വേണ്ട, നിശ്ചയമായും അവൻ ഹുതമയിൽ അഥവാ ധ്വംസിച്ചു കളയുന്ന നരകത്തിൽ എറിയപ്പെടുന്നതാണ്. വമാ അദ്റാക മൽ ഹുതമഹ്. വചനം 5. വമാ അദ്റാക നിനക്കെന്തറിയാം. മൽ ഹുതമ ഹുതമ എന്താണെന്ന്. ഹുതമ എന്നാൽ എന്താണെന്നു നിനക്ക് എന്തറിയാം. നാറുല്ലാഹിൽ മൂഖദഹ്. വചനം 6. നാറുല്ലാഹി അള്ളാഹുവിന്റെ അഗ്നിയാണ്. അൽ മൂഖദ കത്തിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട. അള്ളാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെട്ട അഗ്നിയത്രേ അത്. അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദഹ്. വചനം 7. അല്ലതീ തത്തലിഉ എത്തിനോക്കുന്നത്, കയറിച്ചെല്ലുന്നത്. അലൽ അഫ്ഇദ ഹൃദയങ്ങളുടെ മേൽ എന്നുവച്ചാൽ ഹൃദയങ്ങളിൽ കയറിച്ചെന്ന് എത്തിനോക്കുന്നത്. ഇന്നഹാ അലൈഹിം മുഅ്സദഹ്. വചനം 8. ഇന്നഹ നിശ്ചയമായും അത്. അലൈഹിം അവരുടെ മേൽ. മുഅ്സദ അടച്ചു മൂടപ്പെട്ടതായിരിക്കും. നിശ്ചയമായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. ഫീ അമദിൻ മുമദ്ദദഹ്. വചനം 9. ഫീ അമദിൻ ചില തൂണുകളിലായിട്ട്. മുമദ്ദദ നീട്ടിയുണ്ടാക്കപ്പെട്ട, നീണ്ട, വമ്പിച്ച. നീട്ടിയുണ്ടാക്കപ്പെട്ട വമ്പിച്ച തൂണുകളിലായിക്കൊണ്ട്. കുറെ ധനം ശേഖരിച്ചുണ്ടാക്കുകയും അത് വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ വിനിയോഗിക്കാതെ അഹങ്കാരപൂർവം അതിന്റെ എണ്ണവും വണ്ണവും മാത്രം ചിന്താവിഷയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാരിൽ സ്വാഭാവികമായും കാണാവുന്ന സമ്പ്രദായമാണ് അന്യരെ കുത്തുവാക്കുകൾ ഉപയോഗിച്ച് ഇടിച്ചു താഴ്ത്തലും കുറ്റവും കുറവും എടുത്തുകാട്ടി ദുഷിച്ചുകൊണ്ടിരിക്കലും. തങ്ങളുടെ ധനം തങ്ങൾക്ക് ഈ ലോകത്ത് ശാശ്വത ജീവിതം നേടിക്കൊടുത്തിട്ടുണ്ടെന്നും തങ്ങളും തങ്ങളുടെ ധനവും ഒരിക്കലും നശിക്കുകയില്ലെന്നുമുള്ള ഭാവമായിരിക്കും ആ ധനപൂജകന്മാരിൽ നിന്ന് പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ളവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്. അൽ ഹുതമ എന്നത് നരകത്തിന്റെ വിശേഷണ നാമങ്ങളിൽ ഒന്നാകുന്നു. അതിൽ ഇടപെടുന്ന ഏതൊരു വസ്തുവേയും കത്തിച്ച് നശിപ്പിക്കുമാറ് അതികഠിനമായത് എന്ന് സാരം. ഇതിന്റെ ഒരു വിശദീകരണമെത്രേ തുടർന്ന് കാണുന്നത്. സാധാരണ അറിയപ്പെടുന്ന അഗ്നിയല്ല നരകാഗ്നി. അള്ളാഹു പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള കഠോരമായ ഒരു പ്രത്യേക അഗ്നിയാണത്. മാംസമോ ബാഹ്യാവയവങ്ങളോ മാത്രമല്ല ആ അഗ്നി എരിച്ചു കളയുന്നത്.
ഹൃദയങ്ങളുടെ ഉള്ളോട്ട് കയറിച്ചെന്ന് അവയെയും അത് കടന്നാക്രമിക്കുന്നതാണ്. മാത്രമല്ല, വമ്പിച്ച നെടും തൂണുകൾക്കുള്ളിൽ അവർ ബന്ധിക്കപ്പെടുകയും വാതിലുകൾ അടച്ചു മൂടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ യാതൊരു തരത്തിലുള്ള ആശ്വാസത്തിനും യാതൊരു പഴുതും കിട്ടാതെ നാനാഭാഗത്തൂടെയും അവർ നിത്യയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്നിങ്ങനെ നരകശിക്ഷയുടെ ഗൗരവത്തെപ്പറ്റി അള്ളാഹു വർണ്ണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരലോക സംബന്ധമായ അദൃശ്യ കാര്യങ്ങളാകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുക സാധ്യമല്ല. അള്ളാഹുവിന്റെ വിവരണത്തിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവം ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാമല്ലോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.